ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. നിഗമകൽപതരോർഗളിതം ഫലം ശുഖമുഖാദ് അമൃതദ്രവ സംയുതം പിബത ഭാഗവതം രസമാലയം മുഹുരഹോ രസികാ ഭുവി ഭാവുകാഃ. നാരായണം നമസ്കൃത്യം നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയം മുദീരയേത്. നഷ്ടപ്രായേഷു ഭദ്രേഷു നിത്യം ഭാഗവത സേവയാ ഭഗവതി ഉത്തമ ശ്ലോകേ ഭക്തിർഭവതി നൈഷ്ഠികീം. കൃഷ്ണായ വാസുദേവായ ദേവകീനന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. ഹരേ കൃഷ്ണ. ശ്രീമദ് ഭാഗവതം ചതുർത്ഥ സ്കന്ധം 23-ാമത്തെ അധ്യായം. പൃഥുമഹാരാജാവ് ധാമത്തിലേക്ക് മടങ്ങുന്നു. ശ്ലോകം 20 മുതൽ 24 വരെ വായിക്കാം. അതീവ ഭർത്തൃവ്രതധർമ്മനിഷ്ഠയാ ശുശ്രൂഷയാ ച ആർഷദേഹയാത്രയാ നാവിന്ദദാർത്തിം പരികർഷിതാഭി സ പ്രേയസ്കരസ്പർശനമാനനിർവൃതി. ദേഹം വിപന്നാഖില ചേതനാധികം പത്യു പൃഥിവ്യാദൈതസ്യ ജാത്മന ആലക്ഷ്യ കിഞ്ചിച്ഛ വിലപ്യ സാ സതി ചിതാം അധാരോപയദദ്രിസാനുനി. വിധായ കൃത്യം ഹൃദിനി ജലാപ്ലുതാ ദത്വാദകം ഭർത്തുരുദാരകർമ്മണ നത്വാദിവിസ്താം സ്ത്രിദശാം സ്ത്രിപരീത്യ വിവേശവന്യം ധ്യായതി ഭർതൃപാദൗ. വിലോക്യാനുഗതാം സാധ്വീം പൃഥും വീരവരം പതിം തുഷ്ടുർവരദാ ദേവേ ദേവപത്ന്യാ സഹസ്രശഃ. കുർവത്യാ കുസുമാസാരം തസ്മിൻ മന്ദരസാനുനി നദത്സ്വമർ അമരത്തുര്യേഷു ഗൃണന്തി സ്മ പരസ്പരം. വിവർത്തനം വായിച്ചോളൂ. ഹരേ കൃഷ്ണ പ്രഭുജി. രമാഭായി മാതാജി വായിച്ചു. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. അതീവ ശ്രീമദ് ഭാഗവതം സ്കന്ധം 4 അധ്യായം 23. പൃഥുമഹാരാജാവ് ധാമത്തിലേക്ക് മടങ്ങുന്നു. ശ്ലോകം 20. അതീവ ഭർതൃവ്രതധർമ്മനിഷ്ഠയാ ശുശ്രൂഷയാ ചാരഷദേഹയാത്രയാ നാവിന്ദദാർത്തീം പരികർഷിതാഭി സ പ്രയസ്കരസ്പർശനമാന നിർവൃതി. വിവർത്തനം. അത്തരം ക്ലേശങ്ങളൊന്നും പരിചിതമല്ലാതിരുന്നിട്ടും രാജ്ഞി അർച്ചി വനത്തിൽ മഹാമുനിമാരെ പോലെ ചിട്ടയായ തത്വങ്ങൾ പാലിച്ച് ജീവിക്കുന്ന ഭർത്താവിനെ അക്ഷരം പ്രതി അനുസരിച്ചു. തറയിൽ ശയിച്ചും ഫലങ്ങളും പുഷ്പങ്ങളും ഇലകളും ഭുജിച്ചും ജീവിച്ച അവയ്ക്കൊന്നും അനുയോജ്യമല്ലായിരുന്നതിനാൽ നന്നേ വിളറുകയും മെലിയുകയും ചെയ്തു. എങ്കിലും ഭർതൃ ശുശ്രൂഷയുടെ ആനന്ദം ലഭ്യമായതിനാൽ അവൾക്ക് യാതൊരുവിധ ക്ലേശവും അനുഭവപ്പെട്ടില്ല. ശ്ലോകം 21. ദേഹം വിപന്നാഖില ചേതനാധികം പത്യു പൃഥിവ്യാദൈതസ്യ ചാത്മന ആലക്ഷ്യ കിഞ്ചിച്ച വിലപ്യ സാ സതി ചിതാമദാരോഭയദദ്രിസാനുനി. വിവർത്തനം. തന്നോടും ഭൂമിയോടും അങ്ങേയറ്റം കരുണാമയനായിരുന്ന തന്റെ ഭർത്താവിൽ ജീവന്റെ ലക്ഷണങ്ങളൊന്നും പ്രകടമല്ലെന്നു കണ്ട അർച്ചിരാജ്ഞി അല്പനേരം ദുഃഖിതയായി നിന്ന ശേഷം ഒരു മലയുടെ മുകളിൽ ചിതയൊരുക്കി അവന്റെ ശരീരം ചിതാഗ്നിയിലേക്ക് വെച്ചു. ശ്ലോകം 22. വിദായ കൃത്യം ഹൃദിനി ജലാപ്ലുത
ദത്തോദകം ഭർതൃരുദാര കർമ്മണാ നത്വാദിവിസ്താശ്രിതശാം സ്ത്രീപരീത്യ വിവേശവഗ്നിം ധ്യായതി ഭർതൃപാദൗ. വിവർത്തനം. അതിനുശേഷം രാജ്ഞി ആവശ്യമായ സംസ്കാര ചടങ്ങുകളും ജലതർപ്പണവും നടത്തി. നദിയിൽ സ്നാനം ചെയ്ത അവൾ ആകാശത്തിൽ വിവിധ ഗ്രഹങ്ങളിൽ നിലകൊണ്ടിരുന്ന ദേവന്മാർക്ക് പ്രണാമങ്ങൾ അർപ്പിച്ചു. അനന്തരം ചിതാഗ്നിയെ പ്രദക്ഷിണം ചെയ്ത അവൾ ഭർത്താവിന്റെ പാദാരവിന്ദങ്ങളെ മനസാ സ്മരിച്ചുകൊണ്ട് അഗ്നിജാലകളിലേക്ക് പ്രവേശിച്ചു. ശ്ലോകം 23. വിലോക്യാനുഗതാം സ്വാധീം പൃഥും വീരവരം പതിം തുഷ്ടൂർവരദാ ദേവേർദേവപത്ന്യാ സഹസ്രശ. വർത്തനം. മഹാരാജ പൃഥുവിന്റെ പതിവ്രതയായ പത്നി അർച്ചിയുടെ വീരകർമ്മം കണ്ട ആയിരക്കണക്കിനുള്ള ദേവപത്നിമാർ അവരുടെ ഭർത്താക്കന്മാരോട് ഒത്തുചേർന്ന് അർച്ചിയെ സ്തുതിച്ചു. കാരണം അവർ അവളിൽ തൃപ്തരായി. ശ്ലോകം 24. കുർവത്യാ കുസുമാസാരം തസ്മിൻ മന്ദരസാനുനി നദൽസ്വരമരസ്തുര്യേഷു ഗൃഹ്ണന്തി സ്മ പരസ്പരം. വിവർത്തനം. ആ സമയത്ത് ദേവന്മാർ മന്ദരപർവ്വതത്തിനു മുകളിൽ സന്നിഹിതരായിരുന്നു. അവരുടെ പത്നിമാർ ചിതാഗ്നിക്കുമേൽ പുഷ്പവൃഷ്ടി നടത്തുകയും താഴെ പറയും പോലെ സംസാരിക്കാൻ ആരംഭിക്കുകയും ചെയ്തു. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. താങ്ക് യു രമാഭായ് മാതാജി. ഹരേ കൃഷ്ണ. പൃഥു മഹാരാജാവ് പൂർണ്ണമായിട്ടും ഇന്ദ്രിയങ്ങളെയൊക്കെ നിയന്ത്രിച്ചു. തൻ്റെ ബോധത്തെ പൂർണ്ണമായും ഭഗവാനിൽ ഉറപ്പിച്ചു നിർത്തി. അതിനുശേഷം ഭഗവാനിലേക്ക് തിരിച്ചു പോകുന്നതിനു വേണ്ടി അദ്ദേഹം തൻ്റെ യോഗശക്തി കൊണ്ട് പ്രാണനെ ഉയർത്തിക്കൊണ്ടുവന്നു ഭ്രൂമധ്യത്തിൽ എത്തിച്ചു. ആ സമയത്ത് പൂർണ്ണമായിട്ടും അദ്ദേഹത്തിന് ഭൗതികമായിട്ടുള്ള ചിന്താഗതികളിൽ നിന്നും മുക്തി ലഭിച്ചു എന്ന് പറഞ്ഞു. അങ്ങനെ പ്രാണനെ അദ്ദേഹം സാവകാശം ശരീരത്തിന്റെ പുറത്തേക്ക് എടുത്തു. ആത്മീയ ലോകത്തിലേക്ക് അദ്ദേഹം തിരിച്ചുപോയി. പൃഥു മഹാരാജാവിന്റെ കൂടെ വനത്തിലേക്ക് അദ്ദേഹത്തിന്റെ പത്നിയായിട്ടുള്ള അർച്ചി ദേവിയും വന്നിട്ടുണ്ടായിരുന്നു. അർച്ചി ദേവിയും പൃഥു മഹാരാജാവിനെ പോലെ തന്നെ അദ്ദേഹം ചെയ്തിരുന്ന ദിനചര്യയെല്ലാം പിന്തുടർന്നിട്ടുണ്ടായിരുന്നു. അദ്ദേഹം തപസ് ചെയ്തതുപോലെ അർച്ചി ദേവിയും അദ്ദേഹത്തിനെ പിന്തുടർന്നുകൊണ്ട് എല്ലാവിധ തപസ്സുകളും അനുഷ്ഠിച്ചിട്ടുണ്ടായിരുന്നു എന്നാണ് ഇവിടെ പറയുന്നത്. അതീവ ഭർതൃവ്രത ധർമ്മനിഷ്ഠയ, ആ ഭർത്താവിനെ പിന്തുടർന്നുകൊണ്ട് എല്ലാവിധ ധർമ്മനിഷ്ഠയും തപശ്ചര്യയും അർച്ചി ദേവിയും പരിപാലിച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറയുന്നു. പക്ഷെ ഒരു സ്ത്രീയുടെ ശരീരം വനത്തിലെ ജീവിതത്തിനോ തപസ്സിനോ അത്ര അനുയോജ്യമല്ലാത്തത് കൊണ്ട്, യോജിച്ചതല്ലാത്തത് കൊണ്ട് അർച്ചി ദേവിയുടെ ശരീരം വളരെയധികം വിളറിപ്പോവുകയും ശരീരം മെലിയുകയും ശുഷ്കിച്ചു പോവുകയും ചെയ്തു എന്നാണ് പറയുന്നത്. എങ്കിലും അർച്ചി ദേവിക്ക് അതിലൊന്നും യാതൊരു പരിഭവം ഉണ്ടായിരുന്നില്ല. അർച്ചി ദേവിക്ക് വലിയ ആനന്ദമായിരുന്നു. തൻ്റെ ഭർത്താവിനെ പിന്തുടരാൻ സാധിച്ചു. തൻ്റെ ഭർത്താവ് അനുഷ്ഠിക്കുന്ന ആ വ്രതനിഷ്ഠകളിൽ സഹകരിക്കാൻ തനിക്ക് സാധിക്കുന്നുണ്ട് എന്നുള്ള വലിയ ചാരിതാർത്ഥ്യം, ആ ഒരു സംതൃപ്തി അർച്ചി ദേവിക്ക് ഉണ്ടായിരുന്നു. അതുകൊണ്ട് വളരെ സന്തോഷത്തോടുകൂടി, വളരെ ആനന്ദത്തോടുകൂടി എല്ലാവിധ നിയമങ്ങളും എല്ലാവിധ തപസ്യകളും അർച്ചി ദേവി അനുഷ്ഠിച്ചു പോന്നു. ഇവിടെ ശിലപ്രഭാതർ ഇങ്ങനെയുള്ള പത്നിമാർക്ക് മറ്റു ഉദാഹരണങ്ങൾ നൽകുന്നുണ്ട്. ശ്രീ ചൈതന്യ മഹാപ്രഭുവും സന്യാസം സ്വീകരിച്ച സമയത്ത് ചൈതന്യ മഹാപ്രഭുവിന്റെ പത്നിയായിരുന്ന വിഷ്ണുപ്രിയാദേവി ഇതേപോലെ കഠിനമായിട്ടുള്ള തപശ്ചര്യ ചെയ്തിട്ടുണ്ടായിരുന്നു. വിഷ്ണുപ്രിയാദേവി ചൈതന്യ മഹാപ്രഭുവിനോടൊപ്പം പോയിട്ടുണ്ടായിരുന്നില്ല. കാരണം ചൈതന്യ മഹാപ്രഭു സന്യാസം സ്വീകരിച്ചിട്ടുണ്ടായിരുന്നു. വാനപ്രസ്ഥത്തിൽ മാത്രമേ പത്നിക്ക് ഭർത്താവിന്റെ കൂടെ പോകാൻ സാധിക്കുള്ളൂ. സന്യാസം സ്വീകരിക്കുന്ന സമയത്ത് പത്നിക്ക് പോകാൻ സാധിക്കില്ല. പക്ഷെ വിഷ്ണുപ്രിയാദേവി വീട്ടിലിരുന്നു കൊണ്ട്
കഠിനമായിട്ടുള്ള ചര്യകൾ പാലിച്ചിട്ടുണ്ടായിരുന്നു. അവർ ഭക്ഷണം കഴിച്ചിരുന്നത് എത്ര മാല ജപിക്കുന്നുണ്ട്, ഒരു മാല ജപിച്ചു കഴിഞ്ഞാൽ ആ ഒരു അരിമണി എടുത്ത് മാറ്റിവെക്കും. അങ്ങനെ ഓരോ മാല ജപിച്ചു കഴിയുമ്പോഴും ഓരോ അരിമണി വീതം മാറ്റിവെക്കും. അങ്ങനെ എത്ര മാലയാണ് ഒരു ദിവസം ജപിച്ചിട്ടുള്ളത് അത്രയും അരിമണി മാത്രമാണ് ഭക്ഷണത്തിനായിട്ട് അവർ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ തീവ്രമായിട്ടുള്ള വിരക്തി അവരും പ്രകടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതെല്ലാം ഉയർന്ന തലത്തിലുള്ള ആ ഒരു വ്രതങ്ങളാണ്, ധർമ്മനിഷ്ഠയാണ്. ഒരു ദിവസം അങ്ങനെ അർച്ചിദേവി ഭർത്താവിന്റെ സമീപത്തേക്ക് വന്ന സമയത്ത് അർച്ചിദേവിക്ക് മനസ്സിലായി ഇദ്ദേഹത്തിന്റെ ശരീരത്തിൽ ജീവന്റെ ലക്ഷണങ്ങളൊന്നുമില്ല, ചലനമറ്റ് കിടക്കുകയാണ്. അപ്പോൾ അദ്ദേഹം ശരീരം വെടിഞ്ഞു, ദേഹത്യാഗം സംഭവിച്ചു എന്ന് അർച്ചിദേവിക്ക് മനസ്സിലായി. അപ്പോൾ പെട്ടെന്ന് അർച്ചിദേവിക്ക് അദ്ദേഹത്തിന്റെ ആ കാരുണ്യത്തിൽ, അദ്ദേഹത്തിന്റെ നേരത്തെ അദ്ദേഹം തന്നോട് കാണിച്ചിരുന്ന ആ കാരുണ്യവും സ്നേഹവും വാത്സല്യവും ഒക്കെ ഓർമ്മ വന്നു. അർച്ചിദേവിക്ക് ദുഃഖമുണ്ടായി. ജനങ്ങളോടും അദ്ദേഹത്തിന് വലിയ കാരുണ്യമായിരുന്നു. അങ്ങനെയുള്ള ഒരു വ്യക്തി ഈ ലോകത്തിൽ നിന്ന് പോയല്ലോ എന്നുള്ള ചിന്തയിൽ കുറച്ചു നേരം അവർക്ക് ദുഃഖമുണ്ടായി എന്നാണ് ഇവിടെ 21-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നു. ആലക്ഷ്യ കിഞ്ചിച്ച വിലപ്യ സാ സതി, കുറച്ചു നേരത്തേക്ക് മാത്രം. അതിനുശേഷം അർച്ചിദേവിക്ക് മനസ്സിലായി, ഞാൻ ദുഃഖിക്കേണ്ട യാതൊരു ആവശ്യമില്ല, വിലപിക്കേണ്ട ആവശ്യമില്ല. അദ്ദേഹം ഭഗവാനിലേക്ക് തിരിച്ചു പോവുകയാണ് ചെയ്തത്. അതുകൊണ്ട് ഞാൻ സന്തോഷിക്കുകയാണ് വേണ്ടത്, അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് വേണ്ടത് എന്ന് അർച്ചിദേവിക്ക് മനസ്സിലായി. ഇവിടെ ഭാരതത്തിൽ ശീലപ്രഭാതരും പറയുന്നുണ്ട്, ബുദ്ധിയുള്ള ആളുകള് ഒരു വ്യക്തി മരിച്ചു കഴിഞ്ഞാൽ വിലപിക്കാറില്ല. ഭഗവാനും ആദ്യത്തെ ശ്ലോകത്തിൽ ഭഗവത്ഗീതയിൽ അത് തന്നെയാണ് പറയുന്നത്. ഗതാസൂൻ അഗതാസൂൻ ച നാനുശോചന്തി പണ്ഡിത. ജീവിച്ചിരിക്കുന്നവരെ കുറിച്ചോ മരിച്ചുപോയതിനെ കുറിച്ചോ ഒരു വ്യക്തി വിലപിക്കാറില്ല എന്ന് പറയും. വിലപിച്ചത് കൊണ്ട് പ്രത്യേകിച്ച് പ്രയോജനമില്ലാത്തത് കൊണ്ടാണ്. ആത്മീയ ബുദ്ധി ഇല്ലാത്തവരാണ് ഒരു വ്യക്തി മരിക്കുന്ന സമയത്ത് നിലവിളിക്കുന്നത് അല്ലെങ്കിൽ വിലപിക്കുന്നത് എന്ന് പറയും. അർച്ചിദേവി എന്താണ് ചെയ്തത്? കുറച്ചു നേരത്തേക്ക് ദുഃഖം തോന്നിയെങ്കിലും ദുഃഖിക്കേണ്ട ആവശ്യമില്ല എന്ന് അർച്ചിദേവിക്ക് ബോധ്യപ്പെട്ടു. അവർ തന്നെ ഒരു ചിതയൊരുക്കി ഭർത്താവിന്റെ ശരീരം, ദേഹത്യാഗം സംഭവിച്ചിട്ടുള്ള ശരീരം ചിതയിൽ വെച്ചു എന്നാണ് പറയുന്നത്. ചിതയിൽ വെച്ച് കർമ്മങ്ങളൊക്കെ ചെയ്തു. സംസ്കാര കർമ്മങ്ങളൊക്കെ അർച്ചിദേവി തന്നെ സ്വന്തം ചെയ്തു. വിലപിക്കാനോ മറ്റുള്ളവരെ വിളിക്കാനോ ഒന്നിനും പോയില്ല. അവർ തന്നെ ആ കർമ്മങ്ങളൊക്കെ ചെയ്തു എന്ന് പറയുന്നു. അങ്ങനെ കർമ്മങ്ങളൊക്കെ ചെയ്തതിന് ശേഷം അവർ എല്ലാവരോടും, എല്ലാ ദേവന്മാരോടും പ്രാർത്ഥിച്ചതിന് ശേഷം പൃഥുമഹാരാജാവിന് ആവശ്യമായിട്ടുള്ള കർമ്മങ്ങളൊക്കെ ചെയ്തു, ഉദകക്രിയയൊക്കെ ചെയ്തു. അതിനുശേഷം നദിയിൽ പോയി കുളിച്ചു വന്നു, ആ ചിതയ്ക്ക് പ്രദക്ഷിണം ചെയ്തു എന്നാണ് പറയുന്നത്. 22-ാമത്തെ ശ്ലോകത്തിൽ പറയും. അങ്ങനെ പ്രദക്ഷിണം ചെയ്തതിനു ശേഷം എല്ലാ ദേവന്മാരോടും പ്രാർത്ഥിച്ചതിന് ശേഷം ഭർത്താവിനെ സ്മരിച്ചുകൊണ്ട്, പൃഥുമഹാരാജാവിനെ സ്മരിച്ചുകൊണ്ട് അവര് ചിതയിലേക്ക് പ്രവേശിച്ചു എന്ന് പറയും. അവരുടെ ജീവിതം പൃഥുമഹാരാജാവിനെ കുറിച്ച് മാത്രം ചിന്തിച്ചുകൊണ്ടായിരുന്നു. പൃഥുമഹാരാജാവ് ഇല്ലാതെ അവർക്ക് ജീവിതമില്ല. അതുകൊണ്ട് പൃഥുമഹാരാജാവിനെ പിന്തുടരുന്നതിന് വേണ്ടി സഹഗമനം, ഭാര്യയ്ക്ക് വേണമെങ്കിൽ ഭർത്താവിനെ പിന്തുടരാം, സഹഗമനം എന്നാണ് പറയുന്നത്. ഭർത്താവിന്റെ ചിതയിൽ ഭർത്താവിനെ സ്മരിച്ചുകൊണ്ട് പ്രവേശിച്ചു കഴിഞ്ഞാൽ എവിടെയാണോ ഭർത്താവ് പോയിട്ടുള്ളത് അവിടേക്ക് എത്തിച്ചേരാൻ സാധിക്കും. അപ്പോൾ ആ സഹഗമനത്തിന് വേണ്ടി അർച്ചിദേവിയും ആ ചിതയിലേക്ക് പ്രവേശിച്ചു, ദേഹത്യാഗം ചെയ്തു എന്നാണ് പറയുന്നത്. ഇത് പണ്ടുകാലത്ത് ഇങ്ങനെ ചെയ്യാറുണ്ടായിരുന്നു. പക്ഷേ ഇത് നിർബന്ധപൂർവം ചെയ്തിട്ടുള്ള ഒരു കാര്യമായിരുന്നില്ല. അർച്ചിദേവി സ്വയം ആ ചിതയിലേക്ക് പ്രവേശിക്കുകയാണ് ചെയ്തത്. ഭർത്താവിന്റെ കൂടെ പോകുന്നതിന് വേണ്ടി, സഹഗമനത്തിന് വേണ്ടി അർച്ചിദേവി പോവുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഇത് കണ്ട സമയത്ത് ദേവന്മാർക്കെല്ലാവർക്കും വലിയ ആശ്ചര്യമായി, ദേവന്മാർക്കെല്ലാവർക്കും വലിയ സന്തോഷമായി.
അർച്ചിദേവിയുടെ ആ പാതിവ്രതത്തിൽ, ആ ധർമ്മനിഷ്ഠയിൽ അവർക്കെല്ലാവർക്കും വലിയ സന്തോഷമായി. അവര് അർച്ചിദേവിയെയും പൃഥു മഹാരാജാവിനെയും അനുഗ്രഹിക്കുന്നതിന് വേണ്ടി ആ പ്രദേശത്തേക്ക് എത്തിച്ചേർന്നു എന്നാണ് പറയുന്നത്. മന്ദരപർവ്വതത്തിന്റെ സമീപത്തേക്ക് ദേവന്മാരെല്ലാവരും എത്തിച്ചേർന്നു. അവരെല്ലാവരും ആ ചിതയിലേക്ക് പുഷ്പവൃഷ്ടി നടത്തി വലിയ സന്തോഷത്തോടുകൂടി അവര് പെരുമ്പറ നാദങ്ങളൊക്കെ മുഴക്കി അവര് ആ പൃഥു മഹാരാജാവിനെയും അർച്ചിദേവിയെയും അനുഗ്രഹിച്ചുകൊണ്ട് സംസാരിക്കാൻ ആരംഭിച്ചു എന്നാണ് പറയുന്നത്. അർച്ചിദേവിയുടെ ധർമ്മനിഷ്ഠയിൽ അവർക്ക് വലിയ സന്തോഷമായി. അവരനുഗ്രഹിച്ചുകൊണ്ട് അർച്ചിദേവിയെ കുറിച്ച് സംസാരിക്കാൻ ആരംഭിച്ചു എന്ന് പറയും. എന്താണ് അർച്ചിദേവിയെ കുറിച്ച് അവർ പറഞ്ഞത് എന്ന് അടുത്ത ശ്ലോകങ്ങളിൽ വിശദീകരിക്കുന്നുണ്ട്. അത് നമുക്ക് അടുത്ത ദിവസം നോക്കാം. അപ്പൊ നമുക്ക് നാമജപം തുടരാം. ഹരേ കൃഷ്ണ. ഇന്ന് പ്രത്യേകതയുണ്ട്. ഇന്ന് ഏകാദശിയാണ്. മാത്രമല്ല നാളെ വരാഹദ്വാദശിയാണ്. വരാഹ ഭഗവാന്റെ അവതാര ദിനമാണ്. അപ്പോൾ നാളെ ദ്വാദശി ആയതുകൊണ്ട് ഇന്ന് തന്നെ അതിന്റെ വ്രതം, ഉച്ചവരെ വ്രതം എടുക്കുന്നുണ്ട്. ഉച്ചവരെ ഫാസ്റ്റിംഗ് ആണ്. ഭക്തന്മാർ ആ കാര്യം കൂടി ശ്രദ്ധിക്കാം. ഹരേ കൃഷ്ണ. നമുക്ക് നാമജപം തുടരാം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു. സഞ്ജീവനി മാതാജി ജപിച്ചോ. ഹരേ കൃഷ്ണ. ജയ് ശ്രീ കൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീ വാസാദി ഗൗരഭക്ത വൃന്ദ. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ കൃഷ്ണ കൃഷ്ണ